ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് ഡിഷാണ് ക്യാപ്സിക്കം ഫ്രൈഡ് റൈസ്. നോക്കിയാലോ. ഒരു പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഓയിൽ നമുക്ക് ഒഴിക്കാം. ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയുടെ നിറം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. നീളത്തിൽ അരിഞ്ഞതാണ് എല്ലാ വെജിറ്റബിൾസും. ഒരു ചെറിയ സവാള മതിയാകും. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിടണം. സവാളയുടെ നിറം ഒന്ന് മാറി വന്നു. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ക്യാബേജ് നീളത്തിലരിഞ്ഞത്, ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കണം. പിന്നെ ഉപ്പ് ചേർക്കാം. ക്യാപ്സിക്കം 3 കളറിലെടുത്തിട്ടുണ്ട്. ബെൽ പെപ്പർ എന്നാണ് പറയുന്നത്. യെല്ലോ, റെഡ്, പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം. എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തത്. അതൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. എല്ലാം ഒന്നും കൂടി ഫ്രൈ ആക്കി കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒന്നര സ്പൂൺ ഡാർക്ക് സോയ സോസാണ്. ലൈറ്റ് സോയ സോസാണെങ്കിൽ നിങ്ങൾ 2 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചെറിയ 1 സ്പൂൺ പഞ്ചസാരയാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അധികം പ്രഷർ കൊടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ റൈസ് പൊടിഞ്ഞു പോകും. പാനൊന്ന് കയ്യിലെടുത്തൊന്ന് ഇളക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ റെഡിയായി കഴിഞ്ഞു നമ്മുടെ ക്യാപ്സിക്കം ഫ്രൈഡ് റൈസ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. സാധാരണ വെജ് ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾസിലുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.